Good morning, dear students. Hope all of you are fine. In the previous class, we are discussing about the structure of eye. Today, we are discussing about the structure of ear. Our ear consists of mainly of three parts: external ear, middle ear, and internal ear. First, we are going through external ear. In this picture, we can see external ear consists of mainly three parts: pinna, auditory canal, and tympanum. What is the function of pinna? Chevikuda carries sound waves to the auditory canal. The second part is auditory canal. Karnanalam carries sound waves to tympanum. ടിമ്പാനം എന്ന് പറഞ്ഞാൽ കർണപടമാണ്. കർണപടത്തിലേക്ക് സൗണ്ട് വേവ്സിനെ കടത്തിവിടുന്നു. സ്മോൾ ഹെയർസ് ആൻഡ് വാക്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ കനാൽ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം എൻ്ററിങ് ദ ഇയർ. കർണനാളത്തിൽ കാണപ്പെടുന്ന ചെറു രോമങ്ങളും കർണമെഴുകും ചെവിക്കുള്ളിലേക്ക് പൊടിപടലങ്ങളോ മറ്റ് അന്യവസ്തുക്കളോ കടന്നു പോകുന്നത് തടയുന്നു. തേർഡ് പാർട്ട് ഈസ് ടിമ്പാനം. കർണപടമാണ്. എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനെ മിഡിൽ ഇയറിൽ നിന്നും വേർതിരിക്കുന്ന ചെറിയ കട്ടി കുറഞ്ഞ ഒരു പാടയാണ്. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിൻ്റെ ആവൃത്തിക്കനുസരിച്ച് അത് കമ്പനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. ചെവിയുടെ പുറമേ കാണുന്ന ഭാഗമാണ് ബാഹ്യകർണം. ചെവിക്കുടയും കർണനാളവുമാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ. ചെവിക്കുടയാണ് ശബ്ദതരംഗങ്ങളെ ചെവിക്കുള്ളിലേക്കുള്ള കർണനാളത്തിലേക്ക് നയിക്കുന്നത്. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടം എന്ന സ്തരത്തിലേക്ക് എത്തിക്കുന്നു. കർണനാളത്തിലെ രോമങ്ങൾ, കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അടുത്തതായി നാം കടന്നു പോകുന്നത് മിഡിൽ ഇയറിലൂടെയാണ്. മിഡിൽ ഇയറിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് കടപ്പെടുക. ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖല. 3 അസ്ഥികൾ ചേർന്നതാണ് ഇയർ ഓസിക്കിൾസ്: മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. രണ്ടാമത്തെ പ്രധാന ഭാഗം യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ദ ഫാരിങ്സ്. മിഡിൽ ഇയറിനെയും ഫാരിങ്സിനെയും, ഗ്രസനി എന്നാണ് ഫാരിങ്സ്, 9 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രസനി എന്നാണ് പറയുക. ഫാരിങ്സിനെയും ബന്ധിപ്പിക്കുന്നു. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട്സ് ദ ടിമ്പാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ടിമ്പാനം. ടിമ്പാനത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പ്രഷറിനെ ബാലൻസ് ചെയ്ത് ടിമ്പാനത്തിന് കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫങ്ഷൻ. ഇയർ ഓസിക്കിൾസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ടിമ്പാനം ഓഫ് ടു ദ ഇൻറ്റേർണൽ ഇയർ. കർണപടത്തിലൂടെ കടന്നു വരുന്ന ആ കമ്പനത്തെ ആവൃത്തി കൂട്ടി ഇൻറ്റേർണൽ ഇയറിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് ഇയർ ഓസിക്കിൾസിൻ്റെ ഫങ്ഷൻ. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. മധ്യകർണത്തിലെ മുഖ്യഭാഗങ്ങൾ കർണപടം, അസ്ഥിശൃംഖല എന്നിവയാണ്. കർണപടം മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന സ്തരമാണ്. ഇത് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു. മധ്യകർണത്തിലെ 3 അസ്ഥികളുടെ ശൃംഖലയാണ് കർണപടത്തിലെ കമ്പനങ്ങളെ പല മടങ്ങ് വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കുന്നത്. മാലിയസ്,
ഇൻകസ് സ്റ്റേപ്പിസ് എന്നിവയാണ് ഈ അസ്ഥികൾ. കർണപടത്തോട് തൊട്ടിരിക്കുന്നത് മാലിയസ് എന്ന അസ്ഥിയാണ്. സ്റ്റേപ്പിസ് എന്ന അസ്ഥി ഓവൽ വിൻഡോ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്കുള്ള 2 സുഷിരങ്ങളാണ് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവ. ഓരോ സുഷിരവും സ്തരങ്ങളാൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആന്തരകർണത്തിലെ കോക്ലിയ എന്ന ഭാഗത്തെ ദ്രവങ്ങളുടെ ചലനത്തിന് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നിവ സഹായിക്കും. Now we are discussing about the internal ear. The internal ear is situated inside a bony case in the skull called bony labyrinth. നമ്മുടെ തലയോടിൻ്റെ ഉള്ളിലാണ് ഇൻറ്റേർണൽ ഇയർ കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേരാണ് ബോണി ലാബറിന്ത്. The space inside the membranous labyrinth is filled with a fluid named endolymph. എൻഡോലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് അതിലെ മെംബ്രേനിയസ് ലാബിരിന്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്നുണ്ട്. The space between the membranous and bony labyrinth is filled with a fluid called perilymph. പെരിലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് പെരിലിംഫ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. സെമിസർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾസ് ആൻഡ് കോക്ലിയ ആർ ദ മെയിൻ പാർട്സ് ഓഫ് ഇൻറ്റേർണൽ ഇയർ. സെമിസർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും കോക്ലിയയുമാണ് ഇൻറ്റേർണൽ ഇയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. സെമിസർക്കുലർ കനാൽസ് ആൻഡ് വെസ്റ്റിബ്യൂൾ ഹെൽപ്സ് ഇൻ ബാലൻസിങ് ദ ബോഡി. ശരീര തുലനനില പാലനത്തിനാണ് സെമിസർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും സഹായിക്കുന്നത്. വൈൽ കോക്ലിയ ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. എന്നാൽ കോക്ലിയ കേൾവിക്കാണ് സഹായിക്കുന്നത്. ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ്. ഈ അസ്ഥിയറയിൽ സ്തരനിർമ്മിതമായ മറ്റൊരു അറയുണ്ട്. ഇതിനുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. സ്തര അറയ്ക്ക് ചുറ്റും അസ്ഥിയറയ്ക്കുള്ളിലുമായി പെരിലിംഫ് എന്ന ദ്രവവുമുണ്ട്. ആന്തരകർണത്തിലെ മുഖ്യഭാഗങ്ങൾ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവയാണ്. ഇതിൽ കോക്ലിയയാണ് കേൾവിക്ക് സഹായിക്കുന്നത്. Now we are discussing how hearing is possible. In this picture we can see the structure of cochlea. Here we can see oval window, round window, upper chamber, middle chamber, lower chamber, etc. Cochlea is a coiled tube-like a snail shell. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിൻ്റെ തോടിൻ്റെ ആകൃതിയുള്ള ഒന്നാണ് എന്ന്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 chambers. ഇതിൽ 3 ചേംബറുകളാണുള്ളത്. അതാണ് അപ്പർ ചേംബർ, മിഡിൽ ചേംബർ ആൻഡ് ലോവർ ചേംബർ. സ്പെഷ്യലൈസ്ഡ് സെൻസറി ഹെയർ സെൽസ് which are present in the basilar membrane that separates the middle and lower chamber. ഈ ഏറ്റവും നടുവിൽ കണ്ണി സാധനമാണ് ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സെൻസറി ഹെയർ സെൽസ് കാണപ്പെടുന്നത്. അത് അപ്പർ ചേംബറിനെയും ലോവർ ചേംബറിനെയും മിഡിൽ ചേംബറിനെയും ലോവർ ചേംബറിനെയും വേർതിരിക്കുന്നു. ഇവിടെയാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. The basilar membrane and sensory hair cells together constitute organ of Corti. Organ of Corti എന്ന് പറയുന്നത് ഒരുമിച്ച് organ of Cortiയുടെ ഒരു ഭാഗമാണിത്. അവിടെ എന്തെല്ലാമാണ് കാണപ്പെടുന്നത്? ബേസിലാർ മെംബ്രെയിനും സെൻസറി ഹെയർ സെൽസും ചേർന്നതാണ് organ of Corti എന്ന് പറയുന്നത്.
The sound waves which passes through the external ear vibrate tympanum. ഇയറിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗമായിട്ടുള്ള ആ സൗണ്ട് വേവ്സ് പിന്നയിലൂടെ കടന്ന് ഓഡിറ്ററി കനാൽ വഴി വന്ന് ടിമ്പാനത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. ദിസ് വൈബ്രേഷൻ ഓഫ് ദ ടിമ്പാനം ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഇയർ ഓസിക്കിൾസ്. ആ വൈബ്രേഷൻ, ഇതാണ് ടിമ്പാനം. ഈ ടിമ്പാനത്തിൽ നിന്നും ആ വൈബ്രേഷൻ ഇയർ ഓസിക്കിൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. എന്നിട്ടോ വിച്ച് കോസസ് ദ വൈബ്രേഷൻ ഓഫ് മെംബ്രെയിൻ ഇൻ ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിലെ മെംബ്രെയിനിൻ്റെ കമ്പനത്തിനത് കാരണമാകുന്നു. ദിസ് വൈബ്രേഷൻ ഫർദർ കോസസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് കോക്ലിയ. അത് ഈ കോക്ലിയയ്ക്കുള്ളിലുള്ള ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിന്, എൻഡോലിംഫും പെരിലിംഫും ഒക്കെ നമ്മൾ പേര് അറിഞ്ഞതാണ് മുൻപ്, ആ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകുന്നു. This vibration further causes the movement of fluid inside cochlea. As a result, the sensory hair cells of the organ of Corti of the cochlea are stimulated and impulses are generated. അതിൻ്റെ ഫലമായിട്ട് ഓർഗൻ ഓഫ് കോട്ടിയിലുള്ള ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും ഇമ്പൾസ് ഉണ്ടാവുകയും ചെയ്യുന്നു. These impulses are transmitted through the auditory nerve. ഓഡിറ്ററി നെർവ് വഴി, ഇതാണ് ഓഡിറ്ററി നെർവ്, കോക്ലിയയിൽ നിന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഓഡിറ്ററി നെർവ്. ഓഡിറ്ററി നെർവ് വഴി ആ ഇമ്പൾസ് എവിടെ എത്തിച്ചേരുന്നു? നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് ഉള്ളത് എവിടെയാണ്? സെറിബ്രമാണ്. സെറിബ്രത്തിലെ കേൾവിയുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇനി കേൾവി എങ്ങനെ സാധ്യമാകുന്നു എന്ന ഒരു വീഡിയോ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആക്കുന്ന ഇന്ദ്രിയമാണ് ചെവി. ചെവിക്കുള്ളിലെ കോക്ലിയയിൽ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നു. ശബ്ദ തരംഗങ്ങൾ ചെവിക്കുള്ളിലേക്ക് കടക്കുന്നു. കർണനാളത്തിലൂടെ പോകുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കമ്പനം മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികളിലൂടെ കടന്ന് ഓവൽ വിൻഡോയെ കമ്പനം ചെയ്യിക്കുന്നു. കോക്ലിയയ്ക്കുള്ളിൽ 3 അറകളുണ്ട്. മധ്യ അറയിൽ എൻഡോലിംഫും മുകളിലെയും താഴത്തെയും അറയിൽ പെരിലിംഫും അടങ്ങിയിരിക്കുന്നു. ഓവൽ വിൻഡോയിൽ നിന്ന് കമ്പനം പെരിലിംഫിലേക്ക് കടക്കുന്നു. പെരിലിംഫിലെ കമ്പനം മധ്യ അറയിലെ എൻഡോലിംഫിലേക്ക് വ്യാപിക്കുന്നു. തന്മൂലം മധ്യ അറയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ശബ്ദഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു. ആവേഗങ്ങൾ കോക്ലിയയിൽ നിന്ന് ശ്രവണനാഡിയിലൂടെ സെറിബ്രത്തിലെ കേൾവിയുടെ കേന്ദ്രത്തിലെത്തുന്നു. അപ്പോൾ കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നു. കേൾവിയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ടാണ് ഇനി നമുക്ക് പൂർത്തിയാക്കാനുള്ളത്. സൗണ്ട് വേവ്സ് പിന്ന വഴി ഓഡിറ്ററി കനാലിലൂടെ ടിമ്പാനത്തെ വൈബ്രേറ്റ് ചെയ്യുന്നു. ടിമ്പാനത്തിൽ നിന്ന് വൈബ്രേഷൻസ് ഇയർ ഓസിക്കിൾസിലെത്തുകയും ഇയർ ഓസിക്കിൾസ് ആവൽ വിൻഡോയെ കമ്പനം ചെയ്യുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് കോക്ലിയയിലെ ഫ്ലൂയിഡ്സിനും ഓർഗൻ ഓഫ് കോട്ടിയിലുള്ള ഹെയർ സെൽസിനും മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ആ മൂവ്മെൻറ്റ്സ് വഴി ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി സെറിബ്രത്തിലെത്തുകയും കേൾവി സാധ്യമാവുകയുമാണ് ചെയ്യുന്നത്. നാം തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, ചെവിക്ക് 2 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് ശരീര തുലന പാലനത്തിന് സഹായിക്കുക, രണ്ടാമത്തേത് കേൾവിക്ക് സഹായിക്കുക. അല്ലെ, കേൾവി സാധ്യമാകുന്നത് എങ്ങനെയെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ചെവി എങ്ങനെയാണ് ശരീര തുലന പാലനത്തിന് സഹായിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട ഈ ഫ്ലോ ചാർട്ടിലൂടെ തന്നെ നമുക്കൊന്ന് കടന്നു പോകാം. മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഹെഡ് bring about the movements of endolymph present inside vestibule and semicircular canal. അപ്പോൾ തലയ്ക്ക് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന ചലനത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞതാണ് സെമി സർക്കുലാർ കനാലും വെസ്റ്റിബ്യൂളുമാണ് ശരീരതുലന പാലനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങളെന്ന്.
കോക്ലിയാണ് ഹിയറിങ്ങിന് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരീരതുലനില പാലനമായതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? തലയ്ക്കുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന മൂവ്മെൻറ്റ്സിന് ആനുപാതികമായി എൻഡോലിംഫ് വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാലിലുമുള്ള എൻഡോലിംഫിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ആ മൂവ്മെൻറ്റ്സ് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ഉള്ളിലെ സെൻസറി ഹെയർ സെല്ലിലേക്ക് എത്തുന്നു. ആ സെൻസറി ഹെയർ സെല്ലിൽ എത്തിക്കഴിയുമ്പോൾ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പൾസ് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റഡ് ബൈ ദ വെസ്റ്റിബുലാർ നെർവ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇവിടെ നെർവിൻ്റെ പേര് വെസ്റ്റിബുലാർ നെർവ് എന്നാണ്. ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവ്. വെസ്റ്റിബുലാർ നെർവ് വഴി ആ ഇമ്പൾസ് സെറിബെല്ലത്തിൽ എത്തുകയും ശരീര തുലനതില പാലനം, ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ശരീര തുലനനില പാലനത്തിന് ചെവി എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെവി ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ആന്തരകർണത്തിലെ അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ എന്നീ ഭാഗങ്ങളാണ് ഈ ധർമ്മം നിർവഹിക്കുന്നത്. അവിടെ ശരീരചലനങ്ങളാൽ ഉദ്ദീപിക്കപ്പെടുന്ന ഗ്രാഹികളുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ നിത്യജീവിതത്തിൽ സാധാരണമാണ്. തലയുടെയും മറ്റും ചലനങ്ങൾ അർദ്ധവൃത്താകാര കുഴലുകളിലെയും വെസ്റ്റിബ്യൂളിലെയും എൻഡോലിംഫിൽ ചലനം സൃഷ്ടിക്കുന്നു. എൻഡോലിംഫിലെ ചലനം അവിടെയുള്ള ഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. ഉദ്ദീപനം മൂലം ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെറിബെല്ലത്തിലെത്തുന്നു. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വീഴാൻ തുടങ്ങിയ ആൾ അല്പം പണിപ്പെട്ടെങ്കിലും വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ടില്ലേ? പുതിയൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.